ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് തിരുവാതിര അടുത്തില്ലേ, തിരുവാതിരയെക്കുറിച്ച് പറയാനാണ്. മിക്കവാറും എല്ലാ സ്ത്രീകളും തിരുവാതിര നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ തിരുവാതിരയെക്കുറിച്ചൊരു ചെറിയ വിവരണം. കാരണം ഞാൻ തിരുവാതിരയെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് കാണണം. അപ്പോൾ അതിനകത്ത് തിരുവാതിരയുടെ കഥ, തിരുവാതിരയുടെ ഐതിഹ്യം, എന്താണ് തിരുവാതിര നോക്കുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തിരുവാതിരയാണെന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ജനുവരി 11 ധനുമാസം 27-ാം തീയതിയാണ് തിരുവാതിരയുടെ വ്രതം തുടങ്ങുന്നത്. തിരുവാതിര വ്രതം സ്ത്രീകൾ നോക്കുന്നതാണ്. അത് ഒരു പ്രത്യേകതയുള്ളത്, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ആഘോഷമാണ്. സ്ത്രീകൾ മാത്രം നോക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര. മറ്റു വ്രതങ്ങളൊക്കെ പുരുഷന്മാരും നോക്കും. ഷഷ്ഠി വ്രതം, ഏകാദശി വ്രതം, ഇതെല്ലാം പുരുഷന്മാർ നോക്കുന്ന വ്രതമാണ്. പൗർണമി. പക്ഷേ തിരുവാതിര വ്രതം സ്ത്രീകൾ മാത്രം നോക്കുന്ന ഒരു വ്രതമാണെന്ന് ഉള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് തിരുവാതിര വ്രതത്തിന്. ശനിയാഴ്ചയാണ് തിരുവാതിര വ്രതം തുടങ്ങുന്നത്. മകയിരം തുടങ്ങി തിരുവാതിര തിങ്കളാഴ്ച തിരുവാതിരയാണ്. ആ തിങ്കളാഴ്ച വരെയാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത്. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ 10 ദിവസം മുമ്പേ തിരുവാതിരയുടെ ഒരുക്കങ്ങൾ തുടങ്ങും. എല്ലാവരും വെളുപ്പിനെ കുളത്തിൽ പോയി തുടിച്ച് കുളിക്കുകയും നിലവിളക്കൊക്കെ അവിടെ കൊളുത്തി വെച്ച് തിരുവാതിര കളിക്കുകയും ദശപുഷ്പം ചൂടുകയൊക്കെ ചെയ്യണ്ടേ. ഇന്നിപ്പം നാട്ടിൻപുറങ്ങളിൽ പോലും അതൊക്കെ നിന്നിരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ നമുക്ക് ആ തിരുവാതിര വ്രതത്തിനെ കുറിച്ച് അറിയാം. ശനിയാഴ്ച മകയിരമാണ്. അന്ന് ഇതിൻ്റെ വ്രതം ആരംഭിക്കും. മകയിരം വൈകുന്നേരമുള്ള സമയങ്ങളിലാണ് എട്ടങ്ങാടി നേദിക്കുക എന്നൊരു ചടങ്ങുണ്ട്. 8 കൂട്ടമാണ് അതിനുപയോഗിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചേമ്പ്, ചേന, കാച്ചിൽ, നനകിഴങ്ങെന്ന് പറയും. പലയിടത്തും പല പേരായിരിക്കും. കൂർക്ക, വൻപയർ, ശർക്കര, ഏത്തയ്ക്ക, ഇത്രയും സാധനങ്ങളാണ് എട്ടങ്ങാടിക്ക് ഉപയോഗിക്കുന്നത്. പല സ്ഥലങ്ങളിലും അതിന് പല വ്യത്യാസങ്ങളും ഉണ്ടാകാം. പ്രാദേശികമായ ചില വ്യത്യാസങ്ങളുണ്ടാകാം. ചിലയിടത്ത് ഇതൊക്കെ ഇതിനകത്ത് പിന്നെ തേങ്ങാപ്പൂളും പഴവും കരിമ്പും ഒക്കെ ഇടുന്നവരുമുണ്ട്. എങ്കിലും ഇത് ഇത്രയുമാണ് പ്രത്യേകമായി എട്ടങ്ങാടിക്ക് ഉപയോഗിക്കുന്നത്. ചേമ്പ്, ചേന, കാച്ചിൽ, നനകിഴങ്ങ്, കൂർക്ക, ഏത്തയ്ക്ക. ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയണ്ടേ. ഇതെല്ലാം നെല്ലിൻ്റെ ഉമി കത്തിച്ച തീയിലോ അതല്ലെങ്കിൽ അടുപ്പ്, നല്ല വെളിയിൽ വലിയ അടുപ്പ് കൂട്ടും. വിറകും തൊണ്ടും ചിരട്ടയൊക്കെ ഇട്ട് നിറച്ച് തീ കൂട്ടി ആ കനലിനകത്ത് ഇത് ചുട്ടെടുക്കുക പതിവ്. എല്ലാ സാധനങ്ങളും ചുട്ടെടുക്കും. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം, മണ്ണിനടിയിലുണ്ടാകുന്ന ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ചുട്ടാണ് എടുക്കുന്നത്. അന്നൊക്കെ 10, 25, 30 പേർക്കുള്ള സാധനങ്ങളൊക്കെ ചുട്ടാണ് എടുക്കുന്നത്. ഇന്നിപ്പം കുറച്ച് സാധനങ്ങൾ ഞങ്ങളൊക്കെ എട്ടങ്ങാടി ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയാണെന്നറിയാം, 2 ചേമ്പ് ചുട്ടെടുക്കും, കുറച്ച് കാച്ചിൽ ചുട്ടെടുക്കും, കുറച്ച് ചേന ചുട്ടെടുക്കും. അങ്ങനെ ഈ 6 സാധനങ്ങളും ഞങ്ങൾ ചുട്ടെടുക്കുക പതിവ്. അത് 2 എണ്ണമൊക്കെ ചുട്ടെടുത്തിട്ട് ബാക്കിയെല്ലാം തൊലി കളഞ്ഞിട്ട് വേവിക്കും. ഇത് ചുട്ടിട്ട് തൊലി കളഞ്ഞെടുക്കും, ആ പേരിന്, ശാസ്ത്രത്തിന് വേണ്ടി. എന്നിട്ട് ഇതിനകത്തിടും. അല്ലാതെ ഇത്രയും സാധനം ചുട്ടെടുക്കാനൊക്കെ ഇവിടെ ഞങ്ങൾ തിരുവാതിര ആഘോഷിക്കും. 10-40 പേര് കാണും. അടുത്തുള്ള വീടുകളിലെയും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും കൂടെ വന്ന് തിരുവാതിര ആഘോഷിക്കുകയും ഈ എട്ടങ്ങാടി നേദ്യവും ഒക്കെ ഉണ്ട്. അപ്പം മകയിരത്തിൻ്റെ അന്ന്, മകയിരം സന്ധ്യയ്ക്കുള്ള സമയത്താണ് നമ്മൾ ഈ എട്ടങ്ങാടി നേദ്യുന്നത്. അങ്ങനെ ഇതെല്ലാം ചുട്ടെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതെല്ലാം അരിഞ്ഞിട്ടിട്ട് ശർക്കര കുറച്ചെടുത്ത് പാനി ഉണ്ടാക്കി അതിനകത്ത് ഇത് ഇളക്കും. വൻപയർ വറുത്ത് അത് വിടും. അതാണ് എട്ടങ്ങാടി നേദിക്കുക. അത് കന്യകമാരായ പെൺകുട്ടികളും സുമംഗലികളായ സ്ത്രീകളും വിളക്കൊക്കെ കൊളുത്തി വെച്ച് ഇലക്കീറ്, തൂശനിലയോ അല്ലെങ്കിൽ ഇലക്കീറോ എടുത്ത് അതിനകത്ത് ഈ എട്ടങ്ങാടി വെച്ച് ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ജപിച്ച് നമ്മൾ നമശിവായ ജപിച്ചാലും മതി. നമശിവായാണ് ഞങ്ങളൊക്കെ കൂടുതലും ജപിക്കുന്നത്. പണ്ടുള്ളവർ വേറെ മന്ത്രങ്ങളൊക്കെ പറയും. ഇത് ജപിച്ച് നമ്മൾ ശിവന് ഇതർപ്പിക്കും. പാർവതീദേവി തനിക്ക് പരമശിവനെ ഭർത്താവായി കിട്ടുന്നതിന് വേണ്ടി എടുത്ത വ്രതമാണ് ഈ തിരുവാതിര വ്രതം. അങ്ങനെ അത് നേദിക്കും. മംഗല്യവതികളായ സ്ത്രീകൾ അവർക്ക് അവരുടെ ഭർത്താവിനെ ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി, നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയും ഇത് ആചരിക്കാറുണ്ട്. കന്യകമാരായ പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടി, സുന്ദരനാണെന്നല്ല, സൗന്ദര്യമല്ല നോക്കുന്നത്, നല്ല സ്വഭാവം, തൻ്റെ കുടുംബം നോക്കാൻ കഴിവുള്ള സ്നേഹസമ്പന്നനായ ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടി കന്യകമാരായ പെൺകുട്ടികളും ഈ വ്രതം നോക്കാറുണ്ട്. പാർവതീദേവി പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ
ഈ തിരുവാതിര വ്രതം നോറ്റേൻ്റെ ഇതിനാണ് നമ്മളും അതുപോലെ ചെയ്യുന്നത്. അങ്ങനെ മകരത്തിൻ്റെ അന്ന് ഈ എട്ടങ്ങാടിയൊക്കെ നേദിച്ച് അതൊക്കെ കഴിച്ച് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം എല്ലാവരും കൂടി ഒരു തിരുവാതിരയൊക്കെ കളിക്കും. അതിനുശേഷം എട്ടങ്ങാടി നേദിച്ച് കഴിച്ചതിന് ശേഷം അരിയാഹാരം കഴിക്കത്തില്ല. പിന്നീട് തിരുവാതിര തീർന്നു കഴിഞ്ഞ് ആ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷമേ അരിയാഹാരം കഴിക്കൂ. ഗോതമ്പ് ചോറോ ഗോതമ്പ് ചപ്പാത്തിയോ ദോശയോ ഒക്കെ ആയിരിക്കും കഴിക്കുന്നത്. അന്നേരം പഴവർഗ്ഗങ്ങളോ ചാമേരിയോ ഇതൊക്കെ കഴിക്കാം. റവ കൊണ്ടുള്ളതോ ഗോതമ്പ് റവയോ ഒക്കെ. ഞങ്ങളൊക്കെ ഗോതമ്പ് റവ ചോറുണ്ടാക്കി, അതുപോലെ പുഴുക്കുണ്ടാക്കും. അപ്പോൾ പുഴുക്കും ഞായറാഴ്ച ദിവസം നമ്മൾ തിരുവാതിരയുടെ അന്ന് ശനിയാഴ്ച മകയിരം തുടങ്ങും. ഞായറാഴ്ചയോടുകൂടി ഉച്ചയാകുമ്പം തിരുവാതിര തുടങ്ങുകയായി. അപ്പോൾ ഞായറാഴ്ച രാത്രിയിൽ പാതിരാപ്പൂ ചൂടുക എന്നൊരു ചടങ്ങുണ്ട്. രാത്രി 12 മണിയാകുമ്പോൾ അതുവരെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് തിരുവാതിര കളിക്കും. വെറ്റില മുറുക്കുക, തിരുവാതിര കളിക്കുക, ഇതൊക്കെയാണ് 12 മണി വരെ. പാതിരാപ്പൂ ചൂടുക എന്ന ചടങ്ങെന്ന് പറഞ്ഞില്ലേ, അത് അടയ്ക്കാമണിയൻ്റെ ഇലയാണ്. അത് പാട്ടൊക്കെ പാടിക്കൊണ്ട് വന്ന് ആ ഇല ചൂടും. അതിനാണ് പാതിരാപ്പൂ ചൂടുക. ഈ പിന്നെ കവുങ്ങിൻ്റെ പൂവ് അതൊക്കെ കൂടി എടുത്ത് പൂക്കുല അതൊക്കെ എടുത്ത് ചേർത്താണ് നമ്മൾ മുടിയിൽ ഈ ദശപുഷ്പവും ദശപുഷ്പവും പ്രാധാന്യമുള്ള എല്ലാം കൂടെ ചൂടും. അതിനാണ് പാതിരാപ്പൂ ചൂടുക എന്ന് പറഞ്ഞത്. എന്നിട്ട് തിരുവാതിരയൊക്കെ കളിക്കും. ഞായറാഴ്ച ദിവസം രാവിലെ മിക്കവാറും എല്ലാ ഗ്രഹങ്ങളിലും തിരുവാതിരയുടെ അന്ന് രാവിലെ കൂവപ്പായസം ഉണ്ടാക്കും. രാവിലത്തെ ആഹാരം അരിയാഹാരം കഴിക്കാനും പാടില്ലല്ലോ. ഞങ്ങൾക്ക് രാവിലെ കൂവപ്പായസവും ഏത്തപ്പഴവും ഏത്തയ്ക്ക ഉപ്പേരിയും കൂടെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഉച്ചയ്ക്ക് പുഴുക്കുണ്ടാക്കും. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ചേർത്ത് വൻപയറുമൊക്കെ ചേർത്ത് പുഴുക്കുണ്ടാക്കും. ആ പുഴുക്കും ഗോതമ്പ് കഞ്ഞിയോ ഗോതമ്പ് ചോറോ ചപ്പാത്തിയോ, പണ്ടൊക്കെ ഗോതമ്പ് ചോറും ഗോതമ്പ് കഞ്ഞിയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ അത് ചപ്പാത്തിയിലൊക്കെ മാറിയിരിക്കുന്നു. അതൊക്കെ കഴിച്ചാണ് ഉച്ചയ്ക്ക്. വൈകുന്നേരവും ഇതുപോലെ പഴവർഗ്ഗങ്ങളോ. അപ്പോൾ ഈ ഉറക്കളയ്ക്കുമ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ശരീരം തണുക്കുന്നതിന് വേണ്ടിയാണ് കൂവ പായസം കഴിക്കുന്നത് എന്ന് പറയും. കൂവ തണുപ്പാണല്ലോ. തിങ്കളാഴ്ച 10:45 ആവുന്നതോടുകൂടി 10:30 ആകുമ്പോഴത്തേക്കും തിരുവാതിര തീരും. പിന്നെ ചോറുണ്ണാം ഉച്ചയ്ക്ക്. ആ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ചോറുണ്ണാം. ചിലർ പിന്നെ രാത്രിയിലേ കഴിക്കത്തുള്ളൂ. ഉച്ചയ്ക്കും ഈ ഗോതമ്പ് തന്നെ കഴിക്കും. ഏതായാലും ഇങ്ങനെയാണ് തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത്. അപ്പം ഈ വർഷം എല്ലാവരും തിരുവാതിര വ്രതം, തിരുവാതിരയുടെ ഈ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് നോക്കുന്നത് നല്ലതായിരിക്കും. ഈ തിരുവാതിര വ്രതത്തിൻ്റെ മാഹാത്മ്യവും അതിനെക്കുറിച്ചുള്ള കഥകളും ഒക്കെയായി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയിക്കണം. എല്ലാവരും അത് കാണുമല്ലോ അല്ലേ? അപ്പം നമുക്ക് ഈ തിരുവാതിര ഈ വർഷം ആഘോഷിക്കാത്തവരും ആഘോഷിക്കണം. നല്ല ഭർത്താവിനെ ലഭിക്കാൻ കന്യകമാരും നമ്മുടെ ഭർത്താവിനെ ആരോഗ്യ സൗഖ്യമുണ്ടാകാൻ വേണ്ടി മംഗല്യവതികളായ സ്ത്രീകളും നോക്കുന്ന ഈ വ്രതം. ഇതാണ് തിരുവാതിരയെക്കുറിച്ചുള്ള ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ധനുമാസത്തിലെ തിരുവാതിരയാണല്ലോ പ്രാധാന്യം. ഇപ്പോൾ തിരുവാതിര ഇങ്ങ് അടുത്തും കഴിഞ്ഞു. ശനിയാഴ്ചയല്ലേ മകയിരം തുടങ്ങിയത്. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഉടനെ തന്നെ വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.